ഡ്യൂറന്റ് രേഖയിൽ വീണ്ടും ചോരക്കളം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തുന്ന വ്യാപക വ്യോമാക്രമണങ്ങളിലും വെടിവെപ്പിലും മരണസംഖ്യ കുതിച്ചുയരുകയാണ്. സ്വന്തം സൈനിക പരാജയങ്ങൾ മറച്ചുവെക്കാനും അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കാനുമായി പാകിസ്ഥാൻ ആരംഭിച്ച ഓപ്പറേഷൻ ഗസബ് ലിൽ ഹഖ് ഇപ്പോൾ വലിയൊരു യുദ്ധസമാന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇതിനോടകം 130-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ സേനയുടെ 19 ഔട്ട് പോസ്റ്റുകൾ താലിബാൻ പിടിച്ചെടുത്തുവെന്നും 55 പാകിസ്ഥാൻ സൈനികരെ വധിച്ചുവെന്നും കാബൂൾ അവകാശപ്പെടുന്നു. എന്നാൽ തിരിച്ചടികളുടെ നാണക്കേട് ഭയന്നാകണം ഇസ്ലാമാബാദ് ഈ കണക്കുകൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അതായത് അവരുടെ മരണപ്പെട്ട സൈനികരുടെ കണക്കുകൾ പോലും തള്ളിക്കളയുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഫ്ഗാൻ അതിർത്തിക്കുള്ളിൽ പാകിസ്ഥാൻ നിരന്തരം വ്യോമാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. തീവ്രവാദ ക്യാമ്പുകളെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് പാകിസ്ഥാന്റെ വാദം. എന്നാൽ പാക് ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന സാധാരണക്കാരാണെന്നാണ് അഫ്ഗാനിസ്ഥാൻ അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിന് മറുപടിയായിട്ടാണ് അഫ്ഗാൻ സേന ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചത്. കൊളോണിയൽ കാലത്തെ അതിർത്തിയായ ഡ്യൂറന്റ് രേഖയുടെ പേരിൽ പാകിസ്ഥാൻ കാലങ്ങളായി നടത്തുന്ന കടന്നുകയറ്റങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും തുടർച്ചയാണിത്. അയൽ രാജ്യങ്ങളിലേക്ക് ഭീകരത കയറ്റുമതി ചെയ്യുകയും അതേസമയം അതിർത്തിയിൽ പ്രകോപനമില്ലാതെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ സ്ഥിരം തന്ത്രം തന്നെയാണ് ഇവിടെയും കാണാനാകുന്നത്. തോർഖാം അടക്കമുള്ള നിർണായക അതിർത്തികളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഷെല്ലാക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. ആഭ്യന്തര പ്രതിസന്ധികളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഈ അപകടകരമായ കളി മേഖലയെ കൂടുതൽ വലിയൊരു സംഘർഷത്തിലേക്കാണ് തള്ളിവിടാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.